ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക വിഭാഗീയ പട്ടികയോ എന്നാണ് ചോദ്യം. ബി.ജെ.പിയുടെ ചരിത്രത്തിലില്ലാത്ത വിധം വലിയ വെട്ടിനിരത്തലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ടു കോട്ട് കേരളത്തിലെ ഒരു മുതിർന്ന ബി.ജെ.പി നേതാവിൻ്റെ വാക്കുകളാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. നോക്കൂ, കേരളത്തിൽ ഓരോ ബി.ജെ.പി നേതാവ് വരുമ്പോഴും പ്രസിഡന്റ് വരുമ്പോഴും ആ കാലഘട്ടത്തിലേക്ക് ആ പ്രസിഡന്റിനെ ഏതെങ്കിലും തരത്തിൽ എതിർക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. പി. ശ്രീധരൻപിള്ള വരുമ്പോൾ എങ്ങനെയാണ് കൃഷ്ണദാസ് പക്ഷം ഉണ്ടാവുന്നത്, കൃഷ്ണദാസ് പക്ഷം ഉണ്ടാകുമ്പോൾ മുരളീധര പക്ഷം ഉണ്ടാവുന്നത്, മുരളീധര പക്ഷം ഉണ്ടാവുമ്പോൾ തന്നെ വീണ്ടും ഇപ്പോൾ ഇതാ ഈ പറയുന്ന എം ടി രമേശിൻ്റെ പക്ഷം ഉണ്ടാവുന്നത്, അതിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഈ വിഭാഗീയത അവസാനിപ്പിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ വരുന്നത്, അതിനെതിരെ മുരളീധര പക്ഷം തിരിയുന്നത്, ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. പക്ഷെ അപ്പോഴെല്ലാം ഒരു ബാലൻസിങ് സംവിധാനം ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. പി. ശ്രീധരൻപിള്ള കൃഷ്ണദാസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല, കൃഷ്ണദാസ് മുരളീധരനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല, മുരളീധരൻ ആ അർത്ഥത്തിൽ കൃഷ്ണദാസിനെയും എം ടി രമേശിനെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല. ഇവരെയെല്ലാം അതാതിടങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് രാഷ്ട്രീയമായ ഒരുപാട് വിയോജിപ്പുകൾ ഈ നേതാക്കളോടും അവരുടെ പ്രത്യയശാസ്ത്രത്തോടും ഒക്കെ ഉണ്ടാവാം. പക്ഷേ കേരളത്തിൽ ബി.ജെ.പി കഴിഞ്ഞ 5 വർഷങ്ങളിലായി നേടിയ രാഷ്ട്രീയ ഒരു പരിഗണന അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വീകാര്യതയെ നമുക്ക് കണ്ണടച്ച് കാണാൻ പറ്റുമോ? ചെറുതല്ലല്ലോ. 19.21% ബി.ജെ.പി വളർന്നത്. കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതത്തിൽ 2019 അപേക്ഷിച്ച് 3.51% വർധനമുണ്ടായി. വെറുതെ ഉണ്ടായ വർധനമല്ല, വളരെ കൃത്യമായി നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ്. അന്ന് സംസ്ഥാന നേതൃത്വത്തിൽ എത്ര മനോഹരമായ ബാലൻസിംഗ് ആണ് സുരേന്ദ്രൻ്റെ കാലഘട്ടത്തിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. കെ സുരേന്ദ്രൻ നോക്കൂ, ഒരു വിഭാഗത്തെ പ്രദാനം ചെയ്തു, മുരളീധരനുണ്ട്, അതേപോലെ പി. സുധീർ, ഒരു SC വിഭാഗത്തിൽ നിന്നൊരാൾ പാർട്ടിയുടെ സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി വരുന്നത് ചരിത്രത്തിൽ ആദ്യമല്ലേ. അതും പി. സുധീറിനെ പോലെയുള്ളൊരു നേതാവ്. അതേപോലെ ജോർജ് കുര്യൻ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പദവിയിലേക്ക് വന്നയാളല്ലേ. അപ്പോൾ മനോഹരമായൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ C. കൃഷ്ണകുമാർ നായർ വിഭാഗത്തിൽ നിന്നുള്ള മറ്റൊരു കാൻഡിഡേറ്റ് അല്ലേ. ഒരു സമതുലിതമായ സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്തിയ ഒരു സംസ്ഥാന ഭാരവാഹി പട്ടികയായിരുന്നു സുരേന്ദ്രൻ്റെ കാലത്തുണ്ടായിരുന്നത്. അത് കൃത്യമായി തന്നെ അടിത്തട്ടിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ വലിയ വർധനമുണ്ടായത്. അതിൻ്റെ ഫലമോ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരിടത്ത് മാത്രമാണ് നിയമസഭാ മണ്ഡലത്തിൽ നേമത്ത് മാത്രമാണ് 1ാം സ്ഥാനത്ത് എത്തിയതെങ്കിൽ 11 ഇടങ്ങളിലാണ് 2024 ആകുമ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. ചെറിയ കാര്യമല്ല. 9 ഇടങ്ങളിലാണ് 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. 2019 7 ഇടങ്ങളിൽ മാത്രം 2ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ 2024 ആകുമ്പോഴേക്കും 9 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. അവിടെയും തീർന്നില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു വീണ്ടും 9ഓളം ഇടങ്ങളിൽ തന്നെ 3ാം സ്ഥാനത്തേക്ക് വരുന്ന അവസ്ഥ കാണുന്നു. അതായത് 30 നിയമസഭാ മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം നടക്കുന്നു. ആ ഇടങ്ങളിലെല്ലാം ചിലയിടങ്ങളിലേക്ക് 5000-ൽ താഴെ മാത്രമാണ് വോട്ടിൻ്റെ വ്യത്യാസം LDF കാൻഡിഡേറ്റുമായിട്ടുള്ളത്. ചെറിയ വ്യത്യാസമാണോ? അത് സുരേന്ദ്രൻ്റെ കാലത്ത്, മുരളീധരൻ്റെ കാലത്ത്, ഈ C. കൃഷ്ണകുമാറിൻ്റെ കാലത്ത്, സുധീറിൻ്റെ കാലത്ത് സംഭവിച്ചിരിക്കുന്നൊരു വലിയ നേട്ടമല്ലേ. അതിനുവേണ്ടി പ്രവർത്തിച്ച ചില നേതാക്കളുണ്ടെന്നേ. ആ നേതാക്കളുടെ പ്രവർത്തനങ്ങളെ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാണാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഇത് ബി.ജെ.പിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെട്ടിനിരത്തിലാണ്. നമ്പർ 1. നമ്പർ 2, സാമുദായിക സന്തുലിതാവസ്ഥയെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ടുള്ള ഭാരവാഹി പട്ടിക ഞാനെടുത്തൊന്ന് പരിശോധിക്കുകയായിരുന്നു. ആ പരിശോധിക്കുമ്പോൾ 30 ജില്ലാ പ്രസിഡന്റുമാരാണല്ലോ. അതിൽ 29 ആ കണക്കുകൾ നമ്മളോട് പറയുന്നത് 17 പേരുടെ പേരെടുത്ത് നോക്കി. ആ 17 പേരും നിൽക്കുന്നത് എവിടെയാണ്? നായർ കമ്മ്യൂണിറ്റി കാറ്റഗറിയിലാണ്. ബാക്കിയുള്ള സോണൽ കൺവീനർമാരിൽ 5 പേരിൽ 4 പേരും അപ്പർ കാസ്റ്റാണ്. നോക്കണം, ഇതെങ്ങനെ സംഭവിക്കുന്നത്? SNDPക്ക് വലിയ രീതിയിൽ സ്വീകാര്യതയുണ്ടായിരുന്ന ഒരു പാർട്ടിയായി ബി.ജെ.പി മാറുന്നുണ്ട്. ചെറുതല്ല കണക്ക്. നമ്മൾ സ്ഥിരമായി ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ട് LDFിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് കരുതിയിരുന്നിടത്താണ് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം ഈഴവ വോട്ടിൽ 39% ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ചെറിയ കാര്യമാണോ? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. കൊല്ലത്ത് ഗോപകുമാർ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ ചാത്തന്നൂർ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. മിടുക്കനാണ് ഗോപകുമാർ. അവിടെ മത്സരിക്കുമ്പോൾ അന്ന് വലിയ തരത്തിലുള്ള എതിർപ്പുകളൊക്കെ കൊല്ലത്ത് നേരിട്ടിരുന്നു കെ സുരേന്ദ്രൻ. പക്ഷേ ഗോപകുമാറിനെ സുരേന്ദ്രൻ നിർത്തി. അതിൻ്റെ ഫലം എന്താ? കൊല്ലത്തെ വോട്ട് വർദ്ധിച്ചത് മാത്രമല്ല, ചാത്തന്നൂർ വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചില്ലേ. അവിടെ SNDPയുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റായ ഒരാളിനെ ഒരു ജില്ലാ പ്രസിഡന്റായിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അത് സംഭവിച്ചത് ഈ ഗോപകുമാറിലൂടെയാണ്. ഇന്ന് ഈ ഗോപകുമാറിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗോപകുമാറിനെ എന്തിനു നിങ്ങൾ ഒഴിവാക്കി? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. SC/ST വിഭാഗത്തിൽപ്പെട്ട എത്ര പേർ സുധീര ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റിയില്ലേ? ഇപ്പോൾ ഇതൊരു പാർട്ടി, പണ്ട് നമ്മുടെ സിനിമയിൽ സാബിൻ ഷാഹിർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ സിനിമയിൽ മഹേഷിൻ്റെ പ്രതികാരത്തിലാണെന്ന് തോന്നുന്നു, മോഹൻലാൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ പേര് പോലെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാരവാഹി പട്ടിക. എല്ലാം നായർ, മേനൻ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാം ആഠ്യത്വമുള്ള തമ്പുരാക്കന്മാരുടെ പേരേ ഉള്ളൂ. ഈ വിധത്തിലേക്ക് ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടിയെ മാറ്റിയതിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വം നിലവിൽ രാജീവ് ചന്ദ്രശേഖർ
എന്നാണ്. ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് ചെറുതല്ലാത്ത ഇമ്പാക്റ്റാണ് താഴെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്ത് സന്ദേശമാണ് കൊടുക്കാൻ പോകുന്നത്? BJP ഒരു വരേണ്യ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൈകളിലേക്ക് വടിയെടുത്ത് കൊടുക്കല്ലേ രാജീവ് ചന്ദ്രശേഖർ, ഈ പുതിയ ടീം രാജീവ് ചന്ദ്രശേഖരെ സെറ്റ് ചെയ്തതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഈ പറയുന്ന നായർ മേനൻ കാറ്റഗറിയിലേക്ക് മാറ്റുമ്പോൾ 50% ഭാരവാഹികൾ ആ കാറ്റഗറിയിലേക്ക് മാറുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, എനിക്ക് കെ സുരേന്ദ്രനോടുള്ള ഒരു എല്ലാ വിയോജിപ്പുകളും ഉള്ളപ്പോഴുമുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പരിഗണന എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ജെൻഡർ ഈക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി വലിയ തരത്തിൽ നാരീശക്തിയെക്കുറിച്ച് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ പറയുന്നുണ്ടല്ലോ. സ്ത്രീ സംവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പാർട്ടിയല്ലേ. ഇന്നിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ എത്ര സ്ത്രീകളുണ്ട്? 4 പേര്. കെ സുരേന്ദ്രൻ്റെ കാലത്തോ 6 പേര്. എന്താ 2 പേര് കുറഞ്ഞു പോയത്? ആരെയൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്? ഇപ്പോൾ VT രമയെ പോലെ ഒരു നേതാവിനെ ഒഴിവാക്കിയിരിക്കുന്നു. TP സിന്ധുമോളിനെ പോലെ ഒരു നേതാവിനെ ഒഴിവാക്കിയിരിക്കുന്നു. എന്ത് സന്ദേശമാണ് കൊടുക്കാൻ പോകുന്നത്? അശ്വിനി ജില്ലാ പ്രസിഡന്റ് ആയിരുന്നില്ലേ? 4 പ്രധാനപ്പെട്ട ജില്ലകളുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അന്ന് സുരേന്ദ്രൻ്റെ കാലത്ത് വനിതകളുണ്ടായിരുന്നു. 4 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വനിതകൾ തന്നെ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 6 പേർ സംസ്ഥാന നേതൃ ഭാരവാഹി പട്ടികയിലുണ്ടായിരുന്നു. പ്രമീള ദേവി, ശോഭാ സുരേന്ദ്രൻ, VT രമ, രേണു സുരേന്ദ്രൻ, അതേപോലെ രേണു സുരേഷ്, രാജീവ് പ്രസാദ്, സിന്ധുമോൾ. ഇതായിരുന്നു കെ സുരേന്ദ്രൻ്റെ കാലത്ത്. അവിടെ നിന്നാണ് സ്ത്രീകളുടെ പട്ടികയിലും വെട്ടിനിരത്തിലുണ്ടാവുന്നു. സാമുദായിക സന്തുലിതാവസ്ഥ ഇല്ലാതാവുന്നു. 2. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കുറേ ചെറുപ്പക്കാരെ കെ സുരേന്ദ്രൻ അവതരിപ്പിച്ചിരുന്നു. നമ്മളൊക്കെ ചർച്ചയിൽ വളരെ വളരെ അക്കാഡമിക്കായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ. ഒന്ന് ശങ്കുട്ടി ദാസ്, നന്നായി സംസാരിക്കുന്ന ആളല്ലേ. അതേപോലെ സന്ദീപ് വചസ്പതി, അതേപോലെ ഉല്ലാസ്, ഇവരൊക്കെ ചർച്ചയിൽ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഊർജ്ജം, ഇപ്പോൾ അവതാരകർ എന്ന നിലയിൽ പോലും നമുക്ക് കിട്ടുന്ന ഊർജ്ജം ചെറുതാണോ? ഇപ്പോൾ യുവരാജ് ഗോകുൽ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിച്ച് അതുവരെ നമ്മൾ കണ്ട BJPയുടെ ഒരു സംവാദ രീതി മാറ്റിമറിച്ച യുവതലമുറയിൽപ്പെട്ട ആളുകളല്ലേ. ഇവരൊക്കെ സ്വീകാര്യരായ ആളുകളല്ലേ. അതേപോലെ നമ്മുടെ പ്രശാന്ത്, അശ്വിനി, ഇവരൊക്കെ യുവ ഫേസുകൾ, ഉല്ലാസ് ബാബു, ഇവരൊക്കെ യുവ ഫേസായിട്ട് വന്നു. ഇവരെ ആരെയും കാണാനില്ല. പകരം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അനൂപ് ആന്റണി. ആരാണ് അനൂപ് ആന്റണി? അനൂപ് ആന്റണിയെ കേരളത്തിലുള്ള നേതാക്കളിൽ എത്ര പേർക്കറിയാം? കേരളത്തിലുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ എത്ര പേർക്കറിയാം? അനൂപ് ആന്റണി എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഇവിടെ വന്നു കണ്ടിരുന്നു. പക്ഷേ അനൂപ് ആന്റണി എന്ന നേതാവിനെ കേരളത്തിലും അറിയുന്നതും കൂടുതൽ ആളുകൾ കേന്ദ്രത്തിൽ, ഡൽഹിയിൽ ചില നേതാക്കൾക്കൊപ്പം കുറച്ചു കാലം ഉണ്ടാവുകയും അതിനുശേഷം അവിടെ നിന്ന് മാറ്റപ്പെടുകയും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ വരുന്ന സമയത്ത് അനൂപ് ആന്റണി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിനും അപ്പുറം ആ അർത്ഥത്തിൽ എന്തു പ്രാധാന്യമാണുള്ളത്? പകരം നമ്മുടെ ഈ മുമ്പിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇപ്പോൾ ഷോൺ ശരിയാണ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആദ്യം വരാൻ കഴിയില്ല. ഷോൺ ജോർജിന് തന്നെ ആ പദവിയിൽ ആ രീതിയിലുള്ള താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു അസംതൃപ്തി രേഖപ്പെടുത്തിയതായി ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ അഞ്ജന സുരേഷ്, ഞാൻ പറഞ്ഞു അഞ്ജന സുരേഷിനെ പോലൊരു ആളെക്കുറിച്ച് തിരുവനന്തപുരത്തുകാർക്ക് പോലും പക്ഷെ നോക്കൂ ആ അർത്ഥത്തിൽ എങ്ങനെയാണ്. ഇപ്പം അതേസമയം നവ്യ ഹരിദാസ്, എവിടെ നവ്യ ഹരിദാസ്? സാധാരണ രീതിയിൽ BJP സംസ്ഥാന പട്ടിക ഇങ്ങനെയാണോ വരുന്നത്? എന്തുകൊണ്ടാണ് മഹിളാ മോർച്ചയുടെ വരാത്തത്? മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും ഭാരവാഹികൾ എന്തുകൊണ്ട് ഈ പട്ടികയിൽ വന്നില്ല? അത് വരുമെന്നേ. വരും. എന്തുകൊണ്ട് വന്നില്ല? ഇതിപ്പോ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് അവരാരും ഇല്ലാതാകുന്നില്ലല്ലോ. അതാ ഈ ഘട്ടം ഘട്ടമായി പോഷക സംഘടനയുടേതും BJPയുടേതും ഒന്നിച്ച് പ്രഖ്യാപിക്കണമെന്ന് നിയമമൊന്നുമില്ല. ഇല്ലെങ്കിൽ പോഷക സംഘടനകളുടെ നേതാക്കന്മാരെയൊക്കെ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ വരുന്നതാ. കാരണം ഇവരൊക്കെ സംസ്ഥാന ഭാരവാഹികളാണ്. നിയമമൊന്നുമില്ല. മഹിളാ മോർച്ചയുടെ നേതാവല്ലേ സംസ്ഥാന ഭാരവാഹിയായിട്ട് വരിക? അതിനകത്ത് എന്താ സംശയമുള്ളത്? ഇപ്പോൾ ഈ ഭാരവാഹി പട്ടിക അപൂർണ്ണല്ലേ? എന്തുകൊണ്ടാണ് പോഷക സംഘടനയിൽപ്പെട്ട ആളുകൾ വരാത്തത്? അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തർക്കമാണെന്നേ. ഈ പറയുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണെന്നേ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, സമുദായ സന്തുലിതാവസ്ഥ പാലിക്കാത്ത, സ്ത്രീ സംവരണ പ്രാതിനിധ്യം പാലിക്കാത്ത, യുവജന പ്രാതിനിധ്യം പാലിക്കാത്ത ഒരു സംവിധാനമായിട്ട് ഇത് മാറുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേറ്റ് CEO പോളിസിയാണ്. ഇങ്ങനൊരു പാർട്ടി പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതിൻ്റെ ഫലം ഇനി അനുഭവിക്കാൻ പോകുന്നതാരായിരിക്കും? സ്വാഭാവികമായിട്ടും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകൾ, താഴെ തട്ട് മുതൽ പണിയെടുക്കുന്ന. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരാളാണ് രഘുനാഥ്. പാലക്കാടുള്ളൊരു നന്നായിട്ട് C കൃഷ്ണകുമാറിൻ്റെ സമയത്ത് ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് രഘുനാഥ്. രഘുനാഥ് പട്ടികയിലില്ല. എവിടെ പോയി രഘുനാഥ്? അനീഷ്, അതേപോലെ തൃശ്ശൂരിൽ അനീഷ് ജനറൽ സെക്രട്ടറി ആവുമെന്ന് നമ്മളെല്ലാവരും കരുതിയിരുന്ന എനിക്കൊന്ന് സുരേഷ് ഗോപിക്ക് പോലും അനീഷ് അവിടെ ജനറൽ സെക്രട്ടറി ആകുമെന്നാണ് കരുതിയിരുന്നത്. അനീഷ് അവിടെ വോട്ട് വിഹിതം 37-38% BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ആളാണ്. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല കേട്ടോ അനീഷ് ആ അർത്ഥത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അനീഷിനെ ഒഴിവാക്കിയിട്ടാണ് പകരം പുതിയ ആൾക്കാരെ എവിടേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് എവിടെ അനീഷ് എവിടെ എന്നുള്ളതാണ് ചോദ്യം. അതേപോലെയാണ് ഗോപകുമാറിൻ്റെ കാര്യത്തിൽ. നേരത്തെ ബാക്കിയുള്ള തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയെ സംസ്ഥാനത്തെ പദവിയിലേക്ക് കൊണ്ടുവന്നല്ലോ. ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുവന്നല്ലോ.
പക്ഷേ അനീഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. എന്താണ് വൈസ് പ്രസിഡന്റ്? ഡോക്ടർ അരുൺ പറയുന്ന പോലെ എല്ലാവരും ജനറൽ സെക്രട്ടറി ആക്കാൻ കോൺഗ്രസ് അല്ല. അനീഷിനെ പോലെയുള്ള ഒരാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് കൊണ്ടുവരേണ്ടത്. അയാൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പെർഫോമർ അല്ലേ? നിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് നിന്ന് ഒരു MP കൊടുത്ത ആളല്ലേ? ആ സെക്രട്ടറി നിങ്ങൾ വൈസ് പ്രസിഡന്റ് ആക്കി വെക്കുകയാണോ ചെയ്യുന്നത്? ഒതുക്കാന്ന് പറയും സുജയ. അപ്പോൾ ഈ ഒതുക്കൽ ആർക്കും എതിരെയാ? അത് സുരേന്ദ്രനും മുരളീധരനും എതിരെയുള്ള ശക്തമായിട്ടുള്ള വാളാണ്. RCയുടെ കേന്ദ്രത്തിലെ പൂർണ്ണമായ പിന്തുണയുണ്ട്. നിങ്ങളല്ല, ഞാനാണ് പാർട്ടി എന്നുള്ള പ്രഖ്യാപനമാണ്. അതല്ലേ കുറച്ചു കാലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചാനൽ കയ്യിലുണ്ട് എന്ന് കരുതി ഈ പറയുന്ന രീതിയിൽ മേധാവിത്വം പിടിക്കാമെന്നാണ് RC കരുതുന്നതെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിസ്ഥാനമായ ആ പാർട്ടി സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് തലമുടി നാരിഴക്കീറി പരിശോധിക്കുമ്പോൾ ഇതിൽ തെളിഞ്ഞു വരുന്നത് അങ്ങേയറ്റം വിഭാഗീയമായ, അങ്ങേയറ്റം വരേണ്യമായ, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പട്ടിക ആ അർത്ഥത്തിൽ തന്നെയാണ് പാർട്ടിയിലെ ആളുകൾ തന്നെ കാണുന്നത്. എതിർപ്പുകൾ പുറത്തു വരുന്നു. PR ശിവശങ്കരൊക്കെ നമ്മളോട് സൗഹൃദമുള്ള ആൾക്കാരാണ്. PR ശിവശങ്കരനെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക പാർട്ടിയുമായിട്ട് ഒട്ടി നിൽക്കുന്ന ആളുകളല്ല. ഇതൊക്കെ നമ്മുടെ താല്പര്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ പൂന്തുറ ശ്രീകുമാർ കൊണ്ടുവരിക, രഞ്ജിത്ത്, എന്ത് ക്രെഡിബിലിറ്റിയാണ് ഈ പറയുന്ന നേതാക്കൾക്ക് മറ്റു നേതാക്കൾ പറയുക? ഒന്ന് പറഞ്ഞു തന്നെ, എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത് ഈ നേതാക്കന്മാർക്ക്? എത്രയെത്ര ആരോപണങ്ങൾ നേരിട്ട മനുഷ്യരെ. ഇവരാണോ പാർട്ടിയുടെ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരുന്ന ഒരു ക്ലീൻ BJP ഫേസ് ആയിട്ട് മാറേണ്ടത്? ചോദ്യമല്ലേ? അപ്പോൾ ഒരു പാർട്ടിയെ 6% നിന്നും 7% നിന്നും 19% വരെ വളരെ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി കൊണ്ടുവരുന്ന സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും അവഗണിച്ച് ഇതുവരെ പാർട്ടിയിലില്ലാത്ത വിധം ഒരു സാമുദായിക സന്തുലിതാവസ്ഥയെ പൂർണ്ണമായിട്ടും തകർത്ത് രാജീവ് ചന്ദ്രശേഖർ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് രാജീവ് ചന്ദ്രശേഖർ ഒറ്റയ്ക്ക് ചെയ്തതല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ അഡ്വൈസ് ഒരു റോങ് അഡ്വൈസ് ആണ് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.